CBSE 10th standard pair of linear equations in two variables exercise 3.4 fourth question ആണ്. അതായത് എലിമിനേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോ see, this is our question. X by 2 plus 2y by 3 equal to -1 and x minus y by 3 equal to 3. So this is our question. So let us take first equation here. X by 2 plus 2y by 3 equal to -1. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ്? LCM 3 × 2 6. സോ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ബൈ 2നെ എടുക്കുക. 2 ഇതിൽ എത്ര ടൈംസാണ് പോണേ? 3 ടൈംസ്. സോ ഇൻറ്റു 3 അല്ല, ഡിനോമിനേറ്ററെ ന്യൂമറേറ്ററെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്ലസ് ഇടുക. അതിന് അടുത്തത് 2y by 3 എന്നുള്ളതാണ്. ഈ 3 6ൽ എത്ര ടൈംസാണ് പോണേ? 2 ടൈംസ്. സോ ഇൻറ്റു 2 ചെയ്യുക. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഈക്വൽ ടു -1. ഇതെവിടെ നിന്നാണ്? ഇക്വേഷനിലെ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x × 3 3x by 6 പ്ലസ് 2 2s 4y by 6 is equal to -1. സി കണ്ടോ, ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഈക്വലൈസ് ചെയ്തു. അപ്പോൾ നമുക്കിതിനെ ഒന്നിച്ച് എഴുതാമല്ലോ. അപ്പോൾ 3x + 4y by 6 is equal to -1 എഴുതി. ദെൻ ഈ 6 കൊണ്ട് -1നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുക? 3x + 4y equal to -6 കിട്ടി. ദെൻ അടുത്ത ഇക്വേഷൻ എടുത്ത്, അടുത്ത ഇക്വേഷൻ മീൻസ് വാട്ട്? ഇവിടെ ക്വസ്റ്റ്യനിലുള്ളതല്ലേ. അപ്പോൾ അതിനെയും എടുത്തിട്ട് ഇതിനെയും ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്യാം നമുക്ക്. x minus y by 3 equal to 3. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് എങ്ങനെ ഈക്വലൈസ് ചെയ്യുക? ഇതിൻ്റെ ഇടയിൽ ഒരു 1 ഉണ്ടെന്നർത്ഥം. എന്താ, ഞാനിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറൊരു പ്രോബ്ലമാണ് ഈ ചെയ്തിട്ടിരിക്കുന്നത്. അതായത് 2/1 - 3/2 എന്നായിരുന്നു. ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തു? ഇതിൻ്റെ LCM 2 ആണ്. സോ ഇൻറ്റു 2, ഇവിടെയും ഇൻറ്റു 2 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 2 2s 4/2 മൈനസ് ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, 3/2. സോ 3/2. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 1/2. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും എക്സിൻ്റെ താഴെ ഒരു 1 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻറ്റു 3, ഡിനോമിനേറ്ററേയും ന്യൂമറേറ്ററേയും ഇൻറ്റു 3 കൊടുക്കുക, ഈക്വൽ ടു 3. ഇനി എന്ത് എഴുതി നമ്മൾ? 3 × x 3x by 3 - y by 3 equal to 3. 3x - y by 3 കണ്ടോ, ഒന്നിച്ചെഴുതാലോ. 3 ഈക്വൽ ടു 3. ഇനി ഇതെന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ 3x - y equal to 9. സോ ഇതാണ് നമ്മുടെ എന്താണ്? സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഡിനോമിനേറ്റേഴ്സ് ഈക്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ 2ഉം കിട്ടി കേട്ടോ. ഇക്വേഷൻ 2 ഇവിടെ ഫസ്റ്റ് ഇക്വേഷനും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ സെക്കൻഡ് ഇക്വേഷനും. ഓക്കെ, ഇനി ഈ 2 ഇക്വേഷനും കൂടി ഒരുമിച്ച് എഴുതുക. ഇതിനെ ഒരുമിച്ച് എഴുതി കണ്ടോ. എന്നിട്ട് നമ്മൾ എലിമിനേഷൻ മെത്തേഡാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് സബ്ട്രാക്ട് ഇക്വേഷൻ 1 ഫ്രം ഇക്വേഷൻ 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മളതെടുത്ത് എഴുതി. ഇക്വേഷൻ 2നെ ആദ്യം കൊടുത്തു, ദെൻ ഇക്വേഷൻ 1 എഴുതി. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ താഴത്തേൻ്റെ എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ചേഞ്ച് ചെയ്യുന്ന സൈനൊക്കെ എപ്പോഴും ബ്രാക്കറ്റ്സിലാക്കി വയ്ക്കുക. ഇനി ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ പോസിറ്റീവാണ്, ഇത് -6 എന്നുള്ള പോസിറ്റീവായി. അപ്പോൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പോസിറ്റീവും നമ്മൾ ആഡല്ലേ ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്തു. അടുത്തത് നോക്കൂ, -y-യും -4y-യുമാണ്. സോ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഈ വൈയുടെ കോഎഫിഷ്യൻറ്റ് 1 ആയിട്ട് കരുതണം. ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ആണ്. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -5y. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 2 ഇടം അല്ലേ, നെഗറ്റീവും പോസിറ്റീവും ആയതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ y = 15 ഡിവൈഡഡ് ബൈ 5. ഈ -5 ഇപ്പറേക്ക് പോകുമ്പോൾ അതെന്തായി മാറി? ഡിവിഷനായിട്ട് മാറും ട്രാൻസ്പോസ് ചെയ്യുമ്പം. കാരണം -5 × y എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? 15/-5 ഈക്വൽ. അപ്പോൾ ഇത് എത്രയിൽ പോകും? ഇത് 3 ടൈംസ് പോയല്ലേ. സോ -3 ആണ് ആൻസർ. നമുക്ക് വൈയുടെ ആൻസർ -3 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എടുത്ത് എഴുതി ഈ വൈയുടെ വാല്യൂ -3 കൊണ്ടുപോയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കിയേ, 3x + 4 × y മീൻസ് 4 × -3. വൈക്ക് ഈ വാല്യൂ കൊടുത്തു, -3 ഈക്വൽ ടു -6. ഇനി നോക്കിയേ, 3x ഇവിടെ ഇത് ചെയ്യുക. 4 × -3 എന്ത് കിട്ടും? -12. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ കൂട്ടി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്. ആദ്യം നമുക്ക് ഇതാണ് ചെയ്യേണ്ട, മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ.
അതിന് ഈക്വൽ ടു -6. പിന്നെ 3x ഇസ് ഈക്വൽ ടു ഈ -6 എഴുതി ഇതിനെ ഇപ്പുറേക്ക് പോയപ്പോൾ എന്തായി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ -12 +12 ആയിട്ട് മാറി. സോ 3x ഇസ് ഈക്വൽ ടു ഇത് തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണ്, എന്ത് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും അല്ലേ, വലുതിൻ്റെ സിമ്പിളായിരിക്കും മുന്നിൽ വരേണ്ടത്. സോ +6 ആണ്. x ഇസ് ഈക്വൽ ടു 6/3. ഇത് 3 × x എന്നാണ്. സോ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷനായി ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. സോ എക്സിൻ്റെ 2ഉം കിട്ടി, വൈയുടെ 3ഉം കിട്ടി, വൈയുടെ -3ഉം കിട്ടി. ഇപ്പം നമ്മളിപ്പോൾ എലിമിനേഷൻ മെത്തേഡ് മാത്രമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഏതാ വേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ പോയാലും നമുക്ക് ഇതേ വാല്യൂ തന്നെ എക്സിനും വൈക്കും കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ 3x + 4y = -6ഉം 3x - y = 9. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച 2 ഇക്വേഷൻസ് ആണല്ലോ. ഇതിൽ നമ്മൾ ഈ ഇക്വേഷൻ എടുത്തേക്കാണ്. 3x + 4y = -6 എടുത്തു. ഇവിടെ 3x ഇസ് ഈക്വൽ ടു ഈ -6 ഇവിടെ കൊടുക്കുക. ഈ +4y എന്നുള്ളത് ഇപ്പുറേക്ക്, കാരണം എക്സിനൊരു വാല്യൂ കണ്ടെത്താൻ പോവാണ് നമ്മൾ. സോ 4y ഇപ്പുറേക്ക് പോയപ്പോൾ എന്തായി? -4y ആയി. സോ എക്സ് ഇസ് ഈക്വൽ ടു -6 - -4y/3 ആയി. ഇത് നമ്മുടെ എന്താണ്? ഇക്വേഷൻ 3. സോ ഫസ്റ്റ് പാർട്ടി കിട്ടിയ പോലെ തന്നെ ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ക്ലിയർ? ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? എന്താ പുട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 2. എക്സ് ഇത് ഇക്വേഷൻ 2ലേക്ക് നമുക്ക് കൊടുക്കാം. സോ 3x - y = 9 ആണ്. ഇവിടെ എന്തെഴുതി? നമ്മൾ നമ്മുടെ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നെഗറ്റീവ് ഇവിടെ അതായത് 3 എഴുതി. ഇനി എക്സിന് നമുക്ക് വാല്യൂ കിട്ടിയല്ലോ. എന്താ വാല്യൂ കിട്ടിയത്? ഇപ്പുറത്തെ പേജിലുണ്ടല്ലേ, അത് ഇപ്പുറത്തെ പേജിൽ എഴുതി വെച്ച എക്സിൻ്റെ വാല്യൂ നമ്മൾക്ക് എന്താ കിട്ടിയത്? -6 - 4y/3 എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത് എന്താണ്? 3x ആണ്. പക്ഷേ 3 എഴുതിയിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് ഇതിനെ ബ്രാക്കറ്റിൽ തന്നെ കൊടുക്കുക, -6 - 4y/3 എന്നുള്ളത്. -y = 9. ഏതാ y? ഈ y = 9. സോ നമുക്ക് ഈ 3ഉം 3ഉം കട്ട് ചെയ്തു പോയി. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? -6 - 4y. ഈ -y = 9 ആണ്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാമല്ലോ. ഇവിടെ -6 എഴുതി, ഇവിടെ -4yയും -yയും ആണ്. എന്താണിത്? ലൈക്ക് ടേംസ് ആണ്. സോ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും. ഇതിന് എന്ത് കൊടുക്കും? നെഗറ്റീവ് സൈനും കൊടുക്കും. =9 കിട്ടി. ഇനി ഈ 5y മാത്രം എടുക്കുക. എന്ത് 5 ആണ്? -5y മാത്രം എടുക്കുക. =9 എഴുതി. ഇപ്പറയുള്ള -6 ട്രാൻസ്പോസ് ചെയ്തുമ്പോൾ എന്തായി മാറി? +6 ആയിട്ട് മാറി. ഇനിയോ -5/, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. y = 15/5y അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 × y, 5 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷനാകും. സോ ഇത് ക്യാൻസൽ ചെയ്താൽ y = -3. നമുക്ക് എലിമിനേഷൻ മെത്തേഡിലും വൈയുടെ വാല്യൂ ഇത് തന്നെയാണ് കിട്ടിയത്. ഇനി ഇതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ എന്ത് ചെയ്യണം? പുട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 3. സോ അതെടുക്കുക. x ഇസ് ഈക്വൽ ടു -6 - 4y/3ക്കകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണ്ടോ? -x - 4 × വൈയുടെ സ്ഥാനത്ത് ആരെ കൊടുത്തു? -3 കൊടുത്തു /3. ഇനി നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുകൊണ്ടേ ആദ്യം ചെയ്യരുത്, അത് തെറ്റാണ്. ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബോഡ്മാസ് റൂളിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുക. സോ -6, ഇനി -4 × -3 എന്ത് കിട്ടി? നമുക്ക് +12 കിട്ടി, /3 കിട്ടി അല്ലേ? സോ ഇത് സബ്ട്രാക്ട് ചെയ്യുക. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, നെഗറ്റീവും പോസിറ്റീവ് ആണ്. സോ x ഇസ് ഈക്വൽ ടു 6/3. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 നോക്കിയേ, എക്സിൻ്റെയും 2, വൈയുടെ -3. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ കിട്ടിയ അതേ ആൻസറിന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും കിട്ടി. Clear?